ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ സ്ട്രിങ്ങിൻ്റെ വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടുമെന്ന്. ഓർഡേഴ്സ് കിട്ടുന്നതിലും കൂടുതൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ ഓർഡേഴ്സ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് ആദ്യം കിട്ടിയ ഓർഡേഴ്സും അതിൽ നിന്ന് കിട്ടിയ കസ്റ്റമേഴ്സും ഒക്കെ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡബിളും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ തന്നെയാണ് സംസാരിച്ചത്. അത് എൻ്റെ കോൺഫിഡൻസ് ലെവൽ നന്നായി കൂട്ടുക തന്നെ ചെയ്തു. ഇന്ന് ഫസ്റ്റ് വീഡിയോ ഇട്ടതിൻ്റെ വൈകിട്ടാണ് എൻ്റെ ഫസ്റ്റ് അൺനോൺ കസ്റ്റമർ എനിക്ക് റിക്വസ്റ്റ് തരുന്നത്. ആൾ എൻ്റെ അടുത്ത് പ്രൈസൊക്കെ ചോദിച്ചു. പ്രൈസൊക്കെ പറഞ്ഞ് ആൾ ഓക്കെയാണ്. അപ്പോൾ തന്നെ എൻ്റെ ഇത് UPI വാങ്ങിച്ച് എനിക്ക് പേയ്മെൻറ്റ് ചെയ്തു തന്നു. ജൂൺ 20 മുന്നെയാണ് കസ്റ്റമറിന് പ്രൊഡക്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എൻ്റെ ആദ്യത്തെ കസ്റ്റമറിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. ഞാൻ ഇത്രത്തോളം പെട്ടെന്ന് എനിക്ക് ഓർഡേഴ്സ് കിട്ടുമെന്ന് വിചാരിക്കാത്തതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് മെറ്റീരിയൽസ് ഒന്നും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റമറിനുള്ള ഈ 2 മുഴം ചെയ്തെടുക്കാൻ നേരം ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കസ്റ്റമറിൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിന് അത് അയച്ചോളാനും പറഞ്ഞു. ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ആദ്യത്തെ ഓർഡർ ഇതേ രാത്രിയിലിരുന്ന് പാക്ക് ചെയ്ത് അയച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ 1 മുഴം ഫ്ലവർ കെട്ടിയെടുക്കാൻ തന്നെ നല്ല കഷ്ടപ്പാടാണ്. അങ്ങനെ ഞാൻ ഉറക്കം ഇത്രയും ഫ്ലവർ കെട്ടിയെടുത്ത് കഴിഞ്ഞ് ആ ഫ്ലവർ സ്ട്രിങ്ങിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞു മനസ്സിലാവില്ല. അങ്ങനെ ഞാനും ഒരു ചെറിയ ബിസിനസ്സിന് തുടക്കമിട്ട് എൻ്റെ ഫസ്റ്റ് കൊറിയർ കൊണ്ട് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ നേരം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യത്തെ ഓർഡർ കിട്ടിയപ്പം എനിക്കുണ്ടായ സന്തോഷത്തിനെക്കാട്ടിലും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു.